വയനാട് ചൂരൽമലയിൽ രക്ഷാദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് JCB ഓപ്പറേറ്റേഴ്സ്. 14 ദിവസമായി സൗജന്യമായാണ് ഇവർ സേവനം ചെയ്യുന്നത്. നിലവിൽ 90% ജനവാസ സ്ഥലങ്ങളും JCB ഉപയോഗിച്ച് പരിശോധിച്ചതിനാൽ ഇനി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പ്രവർത്തനം തുടരാനാണ് ഇവരുടെ തീരുമാനം. മുണ്ടക്കയിൽ നിന്നും റമീസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെല്ലാം തന്നെ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 14-ാം ദിവസമാണ്. ഈ 14 ദിവസവും നമ്മൾ കണ്ടതാണ് ഹിറ്റാച്ചുകളും JCBകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഈ JCB ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹി ബാലൻ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നിപ്പോൾ 14-ാം ദിവസമാണ്. എങ്ങനെയാണ് ഇനിയുള്ള ഒരു പരിശോധനകളും JCB ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? ഏകദേശം നമ്മൾ ഇന്നലെയോട് കൂടിയിട്ട് കുറഞ്ഞ വാഹനങ്ങളെ ഇവിടെ ഓടുന്നുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾ ഏകദേശം ഒരു 95% കൂടുതൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇവിടെയുള്ള മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളായിക്കോട്ടെ, അവർ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും വരികയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് പരിശോധിക്കണം, അവർക്ക് സംശയമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനൊക്കെ ഞങ്ങൾ സജ്ജരാണ്. അതിനുള്ള വാഹനങ്ങൾ ഓൾറെഡി ഞങ്ങളിവിടെ നിർത്തിവെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇത്രയും ദിവസങ്ങളായി ഞങ്ങളിവിടെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട്. ഏകദേശം 45ഓളം വാഹനങ്ങൾ ഇവിടെയും തൊട്ടടുത്ത ശ്മശാനം ഒരുക്കുന്ന സ്ഥലത്ത് പുത്തുമലയിലും ഞങ്ങളുടെ വാഹനങ്ങൾ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളിലെ ഓപ്പറേറ്റേഴ്സൊക്കെ ഇതുവരെയും ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേതനം വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സംസ്ഥാന സംഘടന കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ 4000ഓളം പ്രതിനിധികളുണ്ട്. അവർ സംസ്ഥാന കമ്മിറ്റി കൂടി അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഓപ്പറേറ്റേഴ്സിന് മുഴുവൻ 45 വാഹനങ്ങളാണെങ്കിലും 100ഓളം ഓപ്പറേറ്റേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ 100ഓളം ഓപ്പറേറ്റേഴ്സിന് അവിടുന്ന് ഒരു നല്ല രീതിയിലുള്ള 3500 രൂപയോളം വില വരുന്ന ഒരു ഭക്ഷണ കിറ്റ് അവർക്ക് എല്ലാവർക്കും വീട്ടിലെത്തിച്ച് നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? കാരണം ഈ മേഖലകളിലെല്ലാം തന്നെ പ്രാഥമികമായ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കുറേയൊക്കെ മണ്ണെടുത്തുകൊണ്ടും പരിശോധന കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ വരാൻ? പറയാം. ഞങ്ങൾ ഇതുവരെ ഇവിടെ നടത്തിയ വാഹനങ്ങൾ വെച്ചുള്ള പരിശോധനയാണ് നടത്തിയത് ഈ ഒരു ഭാഗങ്ങളിൽ. ഇനി നമുക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ, അതായത് അരണപ്പുഴയുടെ കുറേ ഭാഗമുണ്ട്, കലക്കമ്പുഴ, അതേപോലെ പരപ്പൻപാറ കോളനി, അവിടെയൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇനി വേണ്ടത്. അതിന് അവിടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചെങ്കുത്തായ ഇറക്കമാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണമെങ്കിൽ 2.5-3 മണിക്കൂർ വേണം. തിരിച്ച് കയറണമെങ്കിൽ അത്രയും സമയം തന്നെ വേണം. അപ്പോൾ നമുക്കവിടെ തെരച്ചിലിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. 1.5 മണിക്കൂർ 2 മണിക്കൂറേ തെരച്ചിലിന് സമയം ലഭിക്കുകയുള്ളൂ. അവിടെ നമ്മൾ ഒരു പാറയിൽ നിന്ന് കയറി മറ്റേ പാറയിൽ ഇറങ്ങി അങ്ങനെയുള്ളൊരു പ്രദേശമാണ് അവിടെ. സാധാരണ നമ്മൾ നടന്നു പോകുന്ന പോലെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള പ്രവർത്തനം നമ്മളവിടെ നിന്നുകൊണ്ട്, അതായത് ക്യാമ്പ് ചെയ്തുകൊണ്ട്, നല്ലൊരു ടീം ക്യാമ്പ് ചെയ്തുകൊണ്ട് നമ്മളവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബോഡികൾ അവിടുന്ന് കണ്ടെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ബോഡിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, സന്നദ്ധ പ്രവർത്തകരെ ഇറങ്ങി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെയുള്ള ബോഡിയുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് അവിടെ കിടപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ഇതിനു മുൻപും ആ പ്രദേശങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വഴിക്കടവിൽ ഞാൻ 22 വർഷമായി താൽക്കാലികമായിട്ട് വനം വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഏരിയ, ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇവിടെ ഇനിയിപ്പം പരിശോധനകളൊന്നും തന്നെ കാര്യമായി നടത്തേണ്ടതില്ല എന്നാണോ? ഏകദേശം ഒരു 95% കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ബന്ധുക്കൾ, ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് അവർ സംശയം പറയുകയാണെങ്കിൽ ഏത് മേഖലയിലും തിരയാൻ ഞങ്ങൾ സന്നദ്ധരാണ്. എന്നാലും ഒരു 95%-ലേറെ ഏരിയ ഇവിടെ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ JCB ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു തീരുമാനം. അപ്പം ഇനി അങ്ങോട്ടുള്ള ഇവരുടെ പ്രവർത്തനവും അത്തരത്തിലാണ്. ഇത്രയും ദിവസം തന്നെ സൗജന്യമായാണ് ഇവരൊക്കെയും തന്നെ വർക്ക് ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനീയവുമായിട്ടുള്ള കാര്യം. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, വയനാട്.